വെള്ളച്ചാട്ടം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാട്ടിനുള്ളിൽ കൂടെ ഒന്ന് പോയി നോക്കട്ടെ. അയ്യോ, ഇത് അടിപൊളിയാട്ടടാ. അമ്പോ അതിഭീകരമാണല്ലോ. എന്താ താഴ്ച. ഇവിടേക്കൊക്കെ മഴക്കാലത്ത് തീരെ വരാൻ പറ്റില്ല കേട്ടോ. അമ്മ പെട്ടാൽ താഴത്ത്. ഇതാണ് അവർ നേരത്തെ പറഞ്ഞ ഒരു 3 നില ബിൽഡിങ്ങിൻ്റെ ഒക്കെ താഴ്ച ഉള്ള ആ വെള്ളച്ചാട്ടം. വെള്ളം ഒഴുകിയിട്ട് കുണ്ടുകളായത് സംഭവമല്ല, പൊള്ളിയാട്ടോ. ഇതിൻ്റെയൊക്കെ മുകളിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കുന്നവരും സെൽഫി എടുക്കുന്നവരൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇതാണ് ഭയങ്കര ഡേഞ്ചർ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജീവൻ അപകടത്തിൽ. വീണ്ടും പറയണം, ഇവിടെ വരുന്നവർ ഒന്ന് കാൽ തെറ്റുക, ഒന്ന് ശ്രദ്ധിക്കുക ചെയ്തില്ലെങ്കിൽ നേരെ താഴെ എത്തും. പിന്നെ പൊടി പോലും എടുക്കാണ്ടാവില്ല. വളരെ വളരെ ശ്രദ്ധിക്കണം. ഓ, ആകെ കഥ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ സിമ്പിളായിട്ട് ഇറങ്ങിനി. ഇവിടെ അവിടെ കയറാനില്ല, അത്യാവശ്യം നടക്കണ്ട താഴോട്ട്. ഒന്നാമത് കുറേ ആയി തടിയൊക്കെ ഇളകിയിട്ട്, അതുകൊണ്ടാണ്. ഫസ്റ്റ് എനിക്കും സെയിമാ. അപ്പം എൻ്റെ കുഴപ്പമില്ല, ഓന് സെയിമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പ്രശ്നമായിരിക്കും. ഈ ഇതിൽ വരികയാണെങ്കിൽ ഏത് വഴിക്ക് ഇങ്ങോട്ട് ഇറങ്ങിപ്പോട്ടോ. പക്ഷേ മഴക്കാലത്തൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. വേനൽക്കാലം ഡേഞ്ചർ തന്നെയാണ്. നമ്മൾ നല്ല അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം. ഒരിക്കലും ഒറ്റയ്ക്ക് വരരുത്. ഏറ്റവും ചുരുങ്ങിയ 2-3 ആള്. സേഫ്റ്റി ട്യൂബ് ശരിക്കും ഈ പറയും പോലെ ഹെൽമെറ്റൊക്കെ ബൈക്കിൽ പോകുമ്പോഴല്ല ഇവിടെ ഉള്ളപ്പോൾ ഇടണം നല്ല. കാരണം നമുക്ക് എപ്പോൾ വെക്കുമ്പോൾ തല അടിക്കുക. അപ്പോൾ അതൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലതാണ്. പാറയും വൈക്കലും. അവിടുത്തെ പ്രദേശവാസികളൊക്കെ ചോദിക്കണമെന്നാണ് ഫാസ്റ്റിൽ പറയണേ, എന്താ സ്ഥിതിഗതികളെന്നൊക്കെ. കുറേ കാലത്തേക്ക് ഇവിടെ അടച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ ആൾ മരിച്ചപ്പോഴേ. എന്താ ഒരു പാറ വീണ് നിൽക്കണേ. എൻ്റെ കിതപ്പങ്ങൾ കേൾക്കുന്നുണ്ടോ? വണ്ടി ഇതേ കിടക്കണം. ഇത് തിരിച്ചു വെക്ക്. ദൂരെ ദൂരയിലൊക്കെ നമ്മളങ്ങനെ കുളിക്കാനുള്ള പരിപാടിയാണ്. ഇങ്ങോട്ട് പോണ ഒരു പാലുണ്ട്.
ആ പാലത്തിൻ്റെ അടിയിലാണ് ഉള്ളത്. ഓ മുമ്പ് പോയി, ക്ലാസ്സിൽ മുമ്പ് പോയി. ഇവിടെ എല്ലായിടത്തും ആൾ കുളിക്കുന്നുണ്ട് കേട്ടോ. വാ, അവിടെ കുറേ ടീം കുളിക്കുന്നുണ്ട്. എന്നാലും കുളിച്ച് ഫ്രഷ് ആയിട്ട് പോകാനുള്ളവരുടെയാണ്. ഇത് കുറേ ഏരിയ ഉണ്ട് കേട്ടോ, പല ഭാഗങ്ങളുണ്ട്. ഇവിടെ ആനക്കാമ്പൊയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലം പ്രത്യേകിച്ചൊരു സ്ഥലത്തല്ല, കുറേ ഏരിയ ഉണ്ട്. ഇവിടെ നിന്നാണ് മറ്റേ നെല്ലിപ്പൊയിൽ, പിന്നെ മുത്തപ്പം പോയ, പിന്നെന്താ നെല്ലിയാമ്പതി, നെല്ലിപ്പൊയിൽ, പിന്നെ തുഷാരഗിരി ഒക്കെ പറഞ്ഞ് ഡൈവേർട്ട്, നാരങ്ങാത്തോട്, കുറേ ഏരിയ ഉള്ള സ്ഥലം കേട്ടോ. എല്ലായിടത്തും ഏറെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് മഴക്കാലത്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്. ഇപ്പോൾ വലിയ പ്രശ്നമില്ല. അവിടെ ഒരു ഫാമിലി ഉണ്ട്. എവിടെ പോയി മോനവിടെ പോയി? ഐസ് നമ്മൾ അവിടെ നിന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. അവിടെ പിന്നെ ഫാമിലി ഉണ്ട്, പിന്നെ അവർ കുറേ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അവർക്കൊരു എന്താ പറയുക, ഒരു പ്രൈവസി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴെ നിന്ന് കുളിച്ച് പോയ നല്ലേ. അവിടെ നമുക്ക് നല്ല അവിടുത്തേനെ അപേക്ഷിച്ച് ഇവിടെ അത്ര ആയൊന്നുമില്ല. കുറച്ചുകൂടി ഒരു സേഫ്റ്റി ഉണ്ട്, എന്നാലും പേടിക്കാനൊക്കെ ഉണ്ട്. വൈക്കലും സ്ലിപ്പിങ്ങും ഒക്കെ ഉണ്ട്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു അടിപൊളി കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോകാൻ പോവാണ്. നല്ല മനസ്സിലായില്ലേ? നല്ല തണുപ്പ്. ആ ക്ഷീണൊക്കെ ഒന്ന് മാറിയില്ലേ? ഭക്ഷണം കഴിച്ചില്ല കേട്ടോ, ഫുഡ് കഴിച്ച പോലെ. നല്ല എന്താ പറയുക, നല്ല ഔഷധ ഗുണങ്ങളുള്ള വെള്ളമല്ല. അപ്പോൾ കുളിച്ചപ്പോൾ നല്ല ഇവിടെ ഒക്കെ വൈക്കലുണ്ട്. നനവ് മാത്രമേ ഉണ്ടാവുള്ളൂ, നല്ല വഴിക്കലാണ്. തെറ്റിയാ ഡിം തലൻ്റെ ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ തന്നെ പണി കിട്ടും. അപ്പോൾ ആളൊക്കെ നല്ല ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പോയ പതക്കേതല്ലേ, അതൊരു ആണാണ്. കയറെടുത്ത് വരിക. അതെ, ഒരു കയറ് ബെറ്റർ. നമ്മൾ പറയുമ്പോൾ തമാശ തോന്നുമെങ്കിലും കയറ് ബെറ്ററാണ്. അഥവാ പിന്നെ ചെറിയ കുട്ടികളൊക്കെ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. പക്ക ഇറങ്ങാൻ പറ്റിയ സ്ഥലം നോക്കി മാത്രം ഇറങ്ങല്ലേ, അതേ നടക്കുള്ളൂ. ആഹാ, എടാ പിടിച്ചാ ഡി പിടിച്ചെങ്ങനെ പിടിച്ചു ഫ്രണ്ട് കിട്ടോ. അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരെ ബൈ.